ഹായ് നമസ്കാരം, ഏവർക്കും PSC ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എക്കണോമിക്സിന്റെ SCRT പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും എക്കണോമിക്സിൽ വരുന്ന എല്ലാ SCRT പാഠഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡേ 1, 2, 3 എന്നിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് നന്നായി പഠിക്കുക, റിവൈസ് ചെയ്യുക. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിൽ വരുന്ന പാഠങ്ങൾ കൂടിയാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ വരുന്ന പാഠങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള SCRT പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് നമുക്ക് കിട്ടും. അതുകൂടാതെ അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഇതുവരെയുള്ള എക്സാമുകൾക്ക്, അതായത് 2021 തൊട്ട് 24 വരെ PSC ഈ ഒരു എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി 10ാം ക്ലാസ്സിൽ ഈ ഒരു 3ാമത്തെ പാഠം കഴിഞ്ഞാൽ ഇനി പഠിക്കാനുള്ളത് 5ാമത്തെ പാഠമുണ്ട്, അതേപോലെ 8ാമത്തെ പാഠമുണ്ട്, 9, 10 എന്നിങ്ങനെ 4 പാഠങ്ങൾ കൂടി ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞാൽ, അതായത് SCRT പാഠഭാഗങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 10ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമാണ് മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്നുള്ളതാണ് പാഠത്തിൻ്റെ ഹെഡിങ് വരുന്നത്. ഇതിലുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള റാങ്ക് ഫയലുകളിൽ പോലും ഇല്ലാത്ത പല പോയിന്റുകളും അടങ്ങുന്ന ഒരു SCRT പാഠം കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ PSC ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മാനവ വിഭവം എന്നുള്ളത്, അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കിക്കേ. അപ്പോൾ ആദ്യം ആ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം, എന്നിട്ട് ഡെഫിനിഷനിലേക്ക് പോവാം. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും രാജ്യപുരോഗതി കൈവരിക്കുന്നതിനും ധാരാളം സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്നതിന് നിരവധി ആളുകളുടെ അധ്വാനശേഷി ഉപയോഗപ്പെടുത്തണം. അതായത് ഉൽപാദന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ഉൽപാദന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളെയാണ് മാനവ വിഭവം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചേക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് വായിക്കുമ്പോഴത്തേക്കും തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ. ഇനി നോക്കിക്കേ, വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, പരിശീലനം, നൈപുണ്യ വികസനം എന്നിവയിലൂടെ മനുഷ്യന്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെ മാനവ വിഭവശേഷി വികസനം അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളിലുള്ള മനുഷ്യന്റെ കായികവും മാനസികവുമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മാനവ വിഭവശേഷി വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ള കാര്യം ഇതാണ്, മാനവ വിഭവശേഷി വികസനത്തിന് വിവിധ തലങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിക്കേ. ഒന്നെന്ന് പറയുന്നത് എന്താണ്? വ്യക്തികൾ പരിശ്രമത്തിലൂടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെ. ഓരോ വ്യക്തികളും എന്താണ് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്? കുടുംബം വ്യക്തിയുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. പിന്നെന്താണ്? വിവിധ സ്ഥാപനങ്ങളും ഏജൻസികളും പഠനം, പരിശീലനം എന്നിവയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു. പിന്നെയോ രാഷ്ട്രം ജനങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. അപ്പോൾ മാനവ വിഭവശേഷി വികസനത്തിന് ഈ പറഞ്ഞ തലങ്ങളെല്ലാം ഉണ്ട്. വ്യക്തി തന്നെ ചെയ്യാം, കുടുംബം ഇടപെടാം, സ്ഥാപനങ്ങളും ഏജൻസികളും മുഖേന ചെയ്യാം, അതേപോലെ രാഷ്ട്രം ജനങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് മാനവ വിഭവത്തിന്റെ സവിശേഷതകൾ ശ്രദ്ധിക്കണേ. മാനവ വിഭവത്തിന് ഗണപരവും അതായത് ക്വാണ്ടിറ്റേറ്റീവും അതേപോലെ ഗുണപരവും അതായത് ക്വാളിറ്റേറ്റീവുമായിട്ടുള്ള സവിശേഷതകളുണ്ട്. അതായത് മാനവ വിഭവം എന്ന് പറയുന്നത് ഗണപരമായിട്ടുള്ള സവിശേഷതകളുണ്ട്, അതേപോലെ ക്വാളിറ്റേറ്റീവ് ഗുണപരമായിട്ടുള്ള സവിശേഷതകളുണ്ട്. അപ്പൊ നമുക്കിനി രണ്ടും നോക്കി പോവാവേ. ഗണപരമായിട്ടുള്ള സവിശേഷതകളെ പറ്റി പറയുവാണെങ്കിൽ ജനസംഖ്യാ വലുപ്പം, അതേപോലെ ജനസാന്ദ്രത, ജനസംഖ്യാ വളർച്ച, ജനസംഖ്യാ ഘടന. അപ്പൊ ഇത്രയാണ് ഗണപരമായിട്ടുള്ള സവിശേഷതകൾ. ഓർത്തു വെച്ചേക്കണേ. ജനസംഖ്യാ വലുപ്പം, ജനസാന്ദ്രത, ജനസംഖ്യാ വളർച്ച, ജനസംഖ്യാ ഘടന. അപ്പം താഴെ തന്നിട്ടുള്ളതിൽ മാനവ വിഭവത്തിന്റെ ഗണപരമായിട്ടുള്ള സവിശേഷതകൾ ഏത്, അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള സവിശേഷതകൾ ഏത് എന്നൊക്കെ ചോദിക്കാവുന്നതാണ്. ഇനി ജനസംഖ്യാ വളർച്ചയിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ജനന നിരക്കും നോക്കണം, മരണനിരക്കും നോക്കണം. ജനസംഖ്യാ ഘടനയിലാണെങ്കിലോ പ്രായഘടനയെ പറ്റി നോക്കണം, സ്ത്രീ പുരുഷ അനുപാതം നോക്കണം, തൊഴിൽ പങ്കാളിത്ത നിരക്ക് നോക്കണം, ആശ്രയത്വ നിരക്ക് നോക്കണം. സോ മാനവ വിഭവം രണ്ട് സവിശേഷതകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഗണപരമായിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്
ക്വാളിറ്റേറ്റീവായിട്ടുള്ള സവിശേഷതകളാണ്, മറ്റൊന്നാണ് ഗുണപരമായിട്ടുള്ള സവിശേഷതകൾ. ക്വാണ്ടിറ്റേറ്റീവ് സവിശേഷതകളിൽ വരുന്നത് ഏതൊക്കെയാണ്? ജനസംഖ്യാ വലുപ്പം, ജനസംഖ്യാ വളർച്ച, ജനസംഖ്യാ ഘടന, ജനസാന്ദ്രത. അതിൽ ജനസംഖ്യാ വളർച്ച നിർണ്ണയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ജനന നിരക്കുമുണ്ട്, മരണനിരക്കുമുണ്ട്. ജനസംഖ്യാ ഘടനയെ നിയന്ത്രിക്കുന്നതോ പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാതം, തൊഴിൽ പങ്കാളിത്ത നിരക്ക്, ആശ്രയത്വ നിരക്കൊക്കെയാണ്. ഇനി അടുത്തത് ഗുണപരമായിട്ടുള്ള സവിശേഷതകളിലേക്ക് പോകാം, അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. വിദ്യാഭ്യാസം അല്ലെ, അതേപോലെ ആരോഗ്യ പരിപാലനം. വിദ്യാഭ്യാസം എന്തിലേക്ക് നയിക്കും? നമ്മുടെ സാക്ഷരതാ നിരക്കൊക്കെ ഉയർത്താൻ വിദ്യാഭ്യാസം സഹായിക്കും. ആരോഗ്യ പരിപാലനമാണെങ്കിലോ ആയുർദൈർഘ്യത്തിലേക്കും നയിക്കും. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവിലും ക്വാളിറ്റേറ്റീവിലും വരുന്ന സവിശേഷതകൾ ഏതൊക്കെയാണെന്നൊന്ന് ഓർത്തു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോന്നിനെ നോക്കാം. ഒന്നെന്ന് പറയുന്നത് ജനസംഖ്യാ വലുപ്പത്തെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ, സൈസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെയാണ് ആ രാജ്യത്തിന്റെ ജനസംഖ്യാ വലിപ്പം എന്ന് പറയുന്നത്. അതറിയാം അല്ലെ. ജനസംഖ്യ, അതിന്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം, ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് ജനസംഖ്യാശാസ്ത്രം, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡെമോഗ്രഫി. എന്താണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്? ജനസംഖ്യ, അതേപോലെ ഈ ജനസംഖ്യയുടെ എണ്ണത്തിൽ വരുന്ന മാറ്റം, അതിന്റെ ഘടനാപരമായിട്ടുള്ള സവിശേഷതകൾ, ഇതൊക്കെ വിശകലനം ചെയ്യുന്ന ശാസ്ത്ര ശാഖയാണ് ഏത്? ജനസംഖ്യാശാസ്ത്രം. ഇനി ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായം, ലിംഗം, സാമ്പത്തിക സാമൂഹ്യ അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യാറുണ്ട്. ജനസംഖ്യ കണക്കെടുപ്പ് അല്ലെങ്കിൽ കാനേഷുമാരി, പോപ്പുലേഷൻ സെൻസസ് എന്നാണ് ഈ പ്രവർത്തനം അറിയപ്പെടുന്നത്. അപ്പൊ ജനസംഖ്യാ കണക്കെടുപ്പ് തന്നെയാണ് കേട്ടോ കാനേഷുമാരി എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസാണ് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട പോയിന്റ് ഞാൻ പറയാം. ഒന്ന് നമുക്കറിയാം, നമ്മൾ എന്താണ് പോപ്പുലേഷൻ സെൻസസ് എടുക്കാറുണ്ട്. അപ്പോൾ ഈ പോപ്പുലേഷൻ സെൻസസ് എടുക്കുന്നത് ആരാണ് എന്ന് നോക്കിക്കൊള്ളുക. പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസ്, പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ സെൻസസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിൽ 10 വർഷത്തിലൊരിക്കലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്. ഈ ഒരു പോയിന്റ് ബേസ് ചെയ്ത് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്? എത്ര വർഷമാണ്? 10 വർഷമാണ്. അതേപോലെ PSC ചോദിച്ചിട്ടുണ്ട്, അവസാനമായിട്ട് ഈ സെൻസസ് നടന്നത്, ഇന്ത്യയിൽ അവസാനമായിട്ട് സെൻസസ് നടന്നത് 2011. സോ ആ 2 പോയിന്റും ഓർത്തു വെച്ചേക്കാം. നോക്കിക്കേ, ഇന്ത്യയിൽ 10 വർഷത്തിലൊരിക്കലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. പിന്നെയോ അവസാനമായി 2011 മാർച്ച് 1-ാം തീയതി, ആ ഡേറ്റ് എടുത്ത് ചോദിച്ചിട്ടില്ലായിരുന്നു എങ്കിലും പഠിച്ചു വെച്ചേക്കുക. 2011 മാർച്ച് 1-ാം തീയതി അടിസ്ഥാനമാക്കിയാണ് ജനസംഖ്യാ വിവരങ്ങൾ ശേഖരിച്ചത്. ഇനി അതിന് പ്രകാരമുള്ള ഡീറ്റെയിൽസുകളും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ. എത്ര കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്? 121.02 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ തന്നെ 58.65 കോടി എന്താണ്? ഫീമെയിൽസ് ആണ്. അതേപോലെ 62.37 കോടി എന്താണ്? പുരുഷന്മാർ അല്ലെങ്കിൽ മെയിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, ഇവിടെ പഠിക്കേണ്ട പോയിന്റുകളെ പറ്റി ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? 10 വർഷത്തിലൊരിക്കലാണ്. 10 വർഷത്തിലൊരിക്കലാണ് സെൻസസ് നടക്കുന്നത്. അവസാനമായിട്ട് സെൻസസ് നടന്നത് എന്നാണ്? 2011 മാർച്ച് 1-ാം തീയതിയാണ്. ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ, ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആകെ ജനങ്ങളുടെ എണ്ണം എത്രയാണ്? 121.02 കോടി ജനങ്ങളാണുള്ളത്. അതിൽ 58.65 കോടി ഫീമെയിൽ അഥവാ സ്ത്രീകളാണ്. അതേപോലെ 62.37 കോടി മെയിൽ അല്ലെങ്കിൽ പുരുഷന്മാരാണ് ഉള്ളത്. അതേപോലെ മറ്റൊരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക, കാനേഷുമാരി എന്നറിയപ്പെടുന്ന എന്താണ്? ജനസംഖ്യ കണക്കെടുപ്പാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, എന്തിനാണ് ജനസംഖ്യാ പഠനം നടത്തുന്നത്? ജനസംഖ്യാ പഠനം നടത്തുന്നത് കൊണ്ട് ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാനും പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാനും സർക്കാരിന് സാധിക്കും. ഓക്കെ, അപ്പൊ ജനസംഖ്യാ പഠനം നടത്തുന്നത് കൊണ്ട് എന്താണ്? ജനങ്ങളുടെ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാനും അതേപോലെ തന്നെ ഓരോ പ്രവർത്തന പരിപാടികൾ, മുന്നോട്ടുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാനും സർക്കാരിന് സാധിക്കും. ഇനി അതുകൂടാതെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നോക്കിക്കേ, രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയുക, അതേപോലെ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്ന്
അറിയുക. ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്തുക. പിന്നെയോ സാമ്പത്തിക സാമൂഹ്യ വികസന നയങ്ങൾ രൂപീകരിക്കുക. അപ്പോൾ ഈ ഒരു സെൻസസ് നടത്തുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്തിനാണ് ജനസംഖ്യാ പഠനം? ഒന്ന് നമ്മൾ പറഞ്ഞു, ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാനും പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാനും സർക്കാരിനെ സഹായിക്കും. പിന്നെയോ രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയുക, ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്നറിയുക, ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്തുക, അതേപോലെ സാമ്പത്തിക സാമൂഹ്യ വികസന നയങ്ങൾ രൂപീകരിക്കുക. ഇനി ഇവിടെ നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ 2014 റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ 724.4 കോടിയാണ്. അപ്പം ഇത് SCERT എടുത്ത് പറയുന്നത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പൊ 2014 ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ജനസംഖ്യ എത്രയാണ്? 724.4 കോടിയാണ്. ഓക്കെ, ഇനി ഈ ലോക ജനസംഖ്യയിൽ 6ൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യനിലൊക്കെ പറയാവേ. എന്താണ് ലോക ജനസംഖ്യയിൽ, അതായത് ഈ 2014 റിപ്പോർട്ട് പ്രകാരമാണ് ലോക ജനസംഖ്യയിൽ 6ൽ ഒരാൾ എടുത്താൽ അയാൾ എന്തായിരിക്കും? ഇന്ത്യക്കാരനായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ലോക ജനസംഖ്യയുടെ 17.5% ഇന്ത്യയിലാണ്. പലതവണ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 17.5, 17.5% ഇന്ത്യയിലാണ്. 19.4% ജനസംഖ്യയുള്ള ചൈന 1ാം സ്ഥാനത്തും ഇന്ത്യ 2ാം സ്ഥാനത്തുമാണുള്ളത്. അപ്പോൾ എന്താണ്? ചൈന 1ാം സ്ഥാനത്തും പിന്നെ ഇന്ത്യ ആണെങ്കിൽ 2ാം സ്ഥാനത്തുമാണ്. ഇത് 2014 റിപ്പോർട്ട് പ്രകാരമാണ്. ഇപ്പൊ മാറിയിട്ടുണ്ടല്ലേ. ഇപ്പൊ ആരാണ് 1ാം സ്ഥാനത്തുള്ളത്? ഇന്ത്യക്കാണ് കേട്ടോ. ഫസ്റ്റ് പൊസിഷൻ ഉള്ളത് ഇന്ത്യയാണ്. അതേപോലെ സെക്കൻഡ് പൊസിഷൻ വരുന്നത് ആരാണ്? ചൈനയാണ്. ദെൻ തേർഡ് പൊസിഷൻ ആണ് USA. ഫോർത്ത് പൊസിഷൻ ഇന്തോനേഷ്യയാണ്. അതേപോലെ തന്നെ ഫിഫ്ത്ത് പൊസിഷൻ ആണ് പാകിസ്ഥാൻ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്തായാലും 2014 റിപ്പോർട്ട് പ്രകാരം ആദ്യത്തെ പൊസിഷൻ വരുന്നത് ചൈനയും 2ാമത്തെ പൊസിഷൻ വരുന്നത് ഇന്ത്യയുമാണ്. ചൈനയിലെ ജനസംഖ്യയുടെ ശതമാനം എത്രയാണ്? 19.4%. ഇന്ത്യ ആണെങ്കിൽ 17.5%. ഓക്കെ, ഇനി ലോക രാജ്യങ്ങളുടെ സ്ഥല വിസ്തൃതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 2.4% മാത്രമുള്ള ഇന്ത്യ 7ാം സ്ഥാനത്താണ്. അതിപ്പോഴും അതെ അല്ലെ. 7th പൊസിഷനാണ് ഇന്ത്യയുടെ രാജ്യങ്ങൾക്കിടയിലുള്ള വലിപ്പം നോക്കുമ്പോഴത്തേക്കും. അപ്പൊ 2.4% മാത്രമാണ് ഇന്ത്യ ഉള്ളത്, 7ാം സ്ഥാനത്താണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ ജനസാന്ദ്രത നോക്കിക്കേ. ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണമാണ് ജനസാന്ദ്രത. ഡെഫിനേഷനൊക്കെ ആയിട്ട് ചോദിക്കാവേ. എന്താ പറഞ്ഞത്? ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ എത്രയാണോ ആ എണ്ണത്തിനെയാണ് ജനസാന്ദ്രത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. അപ്പൊ അതൊന്നും നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ് ലോക ജനസംഖ്യാ ദിനം എന്ന് ചോദിച്ചാൽ എന്നാണ്? ജൂലൈ 11 നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയുടെ ആഹ്വാനം അനുസരിച്ച് 1989 മുതൽ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു വരുന്നു. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി ആയതിനെ തുടർന്നാണ് ഈ ദിനം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് 1987 ജൂലൈ 11 നമ്മുടെ ലോക ജനസംഖ്യ എന്ന് പറയുന്നത് എത്രയായി? 500 കോടിയായി. അപ്പം ഇതിനോടനുബന്ധിച്ചാണ് 1989 2 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ജൂലൈ 11 എന്ന് പറയുന്നത് ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത് ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക്. ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ നിശ്ചിത കാലയളവിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ജനസംഖ്യാ വളർച്ച എന്ന് പറയുന്നത്. ശതമാന കണക്കിലാണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് സൂചിപ്പിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ വരാൻ ശ്രദ്ധിച്ചോണേ. ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ നിശ്ചിത കാലയളവിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ജനസംഖ്യാ വളർച്ച എന്ന് പറയുന്നത്. ശതമാന കണക്കിലാണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് സൂചിപ്പിക്കുന്നത്. ഇനി അപ്പോൾ 2014 സെൻസസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് 1971 ശേഷം കുറയുന്നതായി കാണാം. നമുക്ക് ഈ ഒരു ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും അല്ലെ. 1971 ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 24.80 ആയിരുന്നു. അതിനുശേഷം താഴത്തേക്ക് നോക്കിക്കേ 24.66, 23.87, 21.54 അങ്ങനെ എന്താണ് കുറഞ്ഞാണ് വരുന്നത്. ഒരു രാജ്യത്തിന്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളാണ്
ജനന നിരക്കും മരണനിരക്കും. നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ കണ്ടു അല്ലെ. അപ്പൊ ജനന നിരക്കും മരണനിരക്കും എന്താണ്? ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളാണ്. താഴെ നൽകിയിട്ടുള്ള ചാർട്ട് വിശകലനം ചെയ്യുക. അതായത് എങ്ങനെയാണ് ജനന നിരക്കും മരണനിരക്കും ജനസംഖ്യ കൂട്ടുവാണോ കുറയ്ക്കുവാണോ ആ കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം നോക്കിക്കേ, ജനന നിരക്ക് വർദ്ധിക്കുന്നു, നിരക്ക് കുറയുന്നു. അതായത് ജനിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു, മരിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്? ജനസംഖ്യ അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? കൂടുന്നു അല്ലെ. പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു? കൂടുകയായിരിക്കും ചെയ്യുന്നത്. പിന്നെ അടുത്തതോ, ജനന നിരക്ക് കുറയുന്നു, മരണനിരക്ക് വർദ്ധിക്കുന്നു. അപ്പൊ എന്തായിരിക്കും? ജനസംഖ്യ എന്താണ്? കുറയുകയായിരിക്കും ചെയ്യുന്നത്. ഇനി ജനന നിരക്കും മരണനിരക്കും തുല്യമായിട്ട് നിന്നാലോ ജനസംഖ്യയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ല. ഇനി കുടിയേറ്റം സംഭവിച്ചാലോ, അതായത് കുടിയേറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് അല്ലെ. അപ്പോൾ ഇങ്ങനെ കുടിയേറ്റം സംഭവിക്കുമ്പോൾ എന്താണ്? ഒരു പ്രദേശത്തെ ജനസംഖ്യ വർദ്ധിക്കുന്നു, മറ്റൊരു പ്രദേശത്തെ ജനസംഖ്യ എന്ത് ചെയ്യുന്നു? കുറയുമായിരിക്കും ചെയ്യുന്നത്. സോ അപ്പൊ എങ്ങനെയാണ് ജനന നിരക്കും മരണനിരക്കും നമ്മുടെ ജനസംഖ്യയെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി നോക്കിക്കേ, ജനന നിരക്ക് എന്താണെന്നും മരണനിരക്ക് എന്താണെന്നും പറയുന്നുണ്ട്. ജനന നിരക്ക് എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, ആകെ ജനസംഖ്യയിൽ 1000 പേർക്ക് എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നു എന്നതാണ് ജനന നിരക്ക്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അതായത് ഇങ്ങനെ പരീക്ഷയ്ക്ക് തരാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ ചില വ്യത്യാസമൊക്കെ വരുത്തി തന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കാം. അപ്പം ജനന നിരക്ക് എന്ന് പറയുന്നത് ആകെ ജനസംഖ്യയിൽ എത്ര പേരാണ്? 1000 പേര്. 1000 പേർക്ക് എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നു എന്നതാണ് ജനന നിരക്ക്. മരണനിരക്കോ, ആകെ ജനസംഖ്യയിൽ 1000 പേരിൽ എത്ര മരണങ്ങൾ നടക്കുന്നു. അപ്പൊ രണ്ടും 1000 ആണ് എന്ന് ഓർത്തേക്കുക. 100 എന്നൊക്കെ പേസ് തെറ്റിക്കാൻ തരും കേട്ടോ. പിന്നെ കുടിയേറ്റം എന്താണ്? ഒരു പ്രദേശത്ത് നിന്ന് ജനങ്ങൾ മറ്റൊരു പ്രദേശത്തേക്ക് താമസം മാറ്റുന്നതാണ് കുടിയേറ്റം. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി അടുത്തതാണ് ജനസംഖ്യാ ഘടന അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുവാണ്. അവിടെ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ്. 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ തൊഴിലുള്ളവരും തൊഴിലന്വേഷകരുമായവരുടെ എണ്ണവും ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതമാണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക്. അപ്പൊ തൊഴിൽ പങ്കാളിത്ത നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 15 വയസ്സിനും, ഏജ് ശ്രദ്ധിക്കണേ, 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ അവരിൽ എന്താണ്? തൊഴിലുള്ളവരുണ്ടായിരിക്കാം, പിന്നെ എന്താണ്? തൊഴിൽ അന്വേഷിക്കുന്നവരുണ്ടായിരിക്കാം അല്ലെ. അപ്പോൾ ഇത്തരത്തിലുള്ളവരുടെ എണ്ണവും ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതം, ആ ഒരു റേഷ്യോ ആണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക് അല്ലെങ്കിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓർത്തു വെച്ചോണേ. ഇനി രാജ്യത്തിന്റെ പുരോഗതിക്ക് ഗണ്യമായ സംഭാവന ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ വിഭാഗത്തിൽ പെടുന്നവർ. 0 മുതൽ 14 വരെ വയസ്സുള്ളവരും 60 വയസ്സ് മുതൽ ഉള്ളവരും ആശ്രയത്വ വിഭാഗത്തിൽ പെടുന്നു. അപ്പൊ ആശ്രയത്വ വിഭാഗത്തിൽ പെടുന്ന ആ ഏജ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. 0 to 14 പിന്നെ എന്താണ്? 60 വയസ്സിൽ മുകളിലുള്ളവരും. ആകെ ജനസംഖ്യയിൽ ഇവരുടെ അനുപാതത്തെ ആശ്രയത്വ നിരക്ക് എന്ന് പറയുന്നു. ഈ വിഭാഗം അധ്വാന ശേഷിയുള്ള വിഭാഗത്തെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. ആശ്രയത്വ നിരക്ക് വർദ്ധിക്കുന്നത് ആളോഹരി വരുമാനം കുറയുന്നതിന് ഇടയാക്കുന്നു. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ തൊഴിലുള്ളവരും തൊഴിലന്വേഷകരുമായവരുടെ എണ്ണവും ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതമാണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏജ് ഒന്ന് ശ്രദ്ധിക്കുക, 15 to 59. പിന്നെയോ ഏതാണ് നമ്മുടെ ആശ്രയത്വ വിഭാഗത്തിൽപ്പെടുന്ന ആ ഒരു ഏജ് കാറ്റഗറി? 0 മുതൽ 14 വരെയും 60 വയസ്സിന് മുകളിലുള്ളവരെയാണ്. അപ്പോൾ ആകെ ജനസംഖ്യയിൽ ഇവരുടെ അനുപാതത്തെ എന്തെന്ന് വിളിക്കുന്നു? ആശ്രയത്വ നിരക്ക് എന്ന് വിളിക്കുന്നു. പിന്നെന്താണ്? ഈ ആശ്രയത്വ നിരക്ക് വർദ്ധിച്ചാൽ ആളോഹരി വരുമാനം എന്താണ്? കുറയുവാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ആളോഹരി വരുമാനത്തെ പറ്റിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പോയിന്റും കൂടെ ഇവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഒരു രാജ്യത്തിന്റെ മാനവ വിഭവശേഷി നിർണ്ണയിക്കുന്നതിന് ആ രാജ്യത്തെ സ്ത്രീ പുരുഷ അനുപാതം വിശകലനം ചെയ്യേണ്ടതുണ്ട്. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നതാണ് സ്ത്രീ പുരുഷ അനുപാതം. ഇനി ഇതാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം 940 ആണ്. അപ്പോൾ ഓർത്തു വെച്ചേക്കണേ, 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 940 ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, നോട്ട് ചെയ്യണം. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് മാനവ വിഭവത്തിന്റെ ഗുണപരമായിട്ടുള്ള സവിശേഷതകൾ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്താണ്? ഗുണപരമായിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ പറ്റിയായിരുന്നു അല്ലെ. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് ഒരു രാജ്യത്തിന്റെ കരുത്ത്. അധ്വാന ശേഷിയെ മെച്ചപ്പെടുത്തുന്ന ഗുണപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, പരിശീലനം, സാമൂഹ്യ മൂലധനമൊക്കെ എന്താണ്? അധ്വാന ശേഷിയെ മെച്ചപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. അപ്പൊ മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതുകൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങൾ ഉണ്ടെന്ന് ആദ്യം ഒന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, സാമ്പത്തിക അന്തരം കുറയ്ക്കാം,
പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാം, മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ വികസനവും ഉപയോഗവും സാധ്യമാക്കാം, സാമൂഹ്യ ക്ഷേമം ഉറപ്പുവരുത്താം, സംരംഭകത്വം മെച്ചപ്പെടുത്താം, തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആ രീതിയിൽ PSC ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? സാമ്പത്തിക അന്തരം കുറയ്ക്കാം, പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാം, മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ വികസനവും ഉപയോഗവും സാധ്യമാക്കാം, സാമൂഹ്യ ക്ഷേമം ഉറപ്പുവരുത്താം, സംരംഭകത്വം മെച്ചപ്പെടുത്താം, തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാം. ഇനി അടുത്ത നോക്കാനുള്ളത് വിദ്യാഭ്യാസവും മാനവ വിഭവശേഷി വികസനവും. ഇത് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ്. നോക്കിക്കോ, ജനസംഖ്യ കൂടുതൽ ഉണ്ടായതുകൊണ്ട് മാത്രം രാജ്യത്ത് വികസനം ഉണ്ടാകുന്നില്ല. ശേഷിയും വൈദഗ്ധ്യവുമുള്ള ജനങ്ങൾ ഉണ്ടാവണം. വൈദഗ്ധ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് പ്രധാന പങ്കുണ്ട്. അപ്പൊ എങ്ങനെയാണ് വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ വികസനത്തിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് ഇതിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസം ഉണ്ടാവുന്നത് വഴി എന്താണ്? വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു, മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാവുന്നു, അതുവഴി എന്താണ്? ജീവിത നിലവാരം ഉയരുന്നു. അപ്പൊ അതൊക്കെ ജസ്റ്റ് വായിച്ചു വിടുക. ഇനി ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് MHRDയെ പറ്റി, അതായത് മാനവ വിഭവശേഷി വികസന മന്ത്രാലയം. ഇതിന്റെ ഫുൾ ഫോമും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. MHRD എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നാണ്. ഇന്ത്യയിൽ മാനവ വിഭവശേഷി വികസനത്തിനായി ഒരു വകുപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. 1985 ഇന്ത്യ ഗവൺമെന്റ് ഈ വകുപ്പ് ആരംഭിച്ചത്. അപ്പൊ MHRD ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച വർഷം എന്നാണ്? 1985. മാനവ വിഭവശേഷി വികസനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയുമാണ് ഈ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല. ഇനി നോക്കിക്കേ, ജനങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ദേശീയ വരുമാനത്തിന്റെ 6% ചെലവഴിക്കണമെന്നാണ് വിദഗ്ധ അഭിപ്രായം. അപ്പൊ എന്താ പറഞ്ഞത്? ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നമ്മുടെ ദേശീയ വരുമാനത്തിന് അല്ലെങ്കിൽ നാഷണൽ ഇൻകമിന്റെ എത്ര ശതമാനമാണ്? 6% ചെലവാക്കണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ 2017-18 വർഷത്തിൽ 3.7% മാത്രമാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് ഓർത്ത് വെച്ചോണം, 6% വരെ ചെലവാക്കണം. 2017-18 ഇന്ത്യ ഗവൺമെന്റ് ചെലവാക്കിയത് വെറും 3.7%. ഓക്കെ. ഇനി അതേപോലെ തന്നെ 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ സാക്ഷരതാ നിരക്ക് കാണിച്ചിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു PSC ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് എത്രയാണെന്നുള്ളത് ഈ സെൻസസിലുള്ള ഓരോ ഡേറ്റയും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് 65.46 ആണ്. 65.46 ആണ്. പുരുഷന്മാരാണെങ്കിൽ 82.14 ആണ്. ടോട്ടൽ ആണെങ്കിലോ 74.04 ആണ്. അപ്പൊ സ്ത്രീകൾ 65.46, പുരുഷന്മാർ 82.14, അതേപോലെ ടോട്ടൽ പറയുവാണെങ്കിൽ 74.04 ആണ്. ഓക്കെ. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് വിദ്യാഭ്യാസമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളെ പറ്റിയാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒന്നാമത്തേതാണ് സംയോജിത ശിശു വികസന സേവന പരിപാടി. എന്താണ്? ICDS. നമ്മൾ എക്കണോമിക്സിൽ തന്നെ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? ICDS എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്താണ്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് അല്ലെ? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് എന്നാണ്. അതേപോലെ നമ്മുടെ പഞ്ചവത്സര പദ്ധതിയിൽ ഇത് പഠിക്കുന്നുണ്ട്. നമുക്കറിയാം 5ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഈ ICDS നിലവിൽ വന്നത്. അപ്പോൾ ആ വർഷം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 1975 ഒക്ടോബർ 2 കേട്ടോ. ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2. ഓക്കെ. അപ്പോൾ ഇതാണ് സംയോജിത ശിശു വികസന സേവന പരിപാടി എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നോക്കിക്കേ. ഒന്നാമത്തെ കാര്യം 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം. വയസ്സ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര വയസ്സ് വരെയാണ്? 6 വയസ്സ് വരെ. അതുകൂടാതെ എന്താണ്? ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം. സോ ICDS ലക്ഷ്യം വെക്കുന്നത് 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം, പിന്നെ എന്താണ്? ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം. ഇനി അടുത്തതാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. അപ്പൊ ഈ സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് നമ്മുടെ SSAയും അതായത് സർവശിക്ഷ അഭിയാനും അതേപോലെ RMSA എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ, ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചിട്ടാണ് ഇപ്പോഴുള്ള സമഗ്ര ശിക്ഷ അഭിയാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? SSA എന്ന് പറഞ്ഞാൽ സർവശിക്ഷ അഭിയാനാണ്. അതേപോലെ RMSA എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാനാണ്. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ? സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക. അതായത് എല്ലാവർക്കും വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി അതായത് +2 വരെയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. അതേപോലെ തുല്യ
മൂല്യവും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക, SCRT, ഡയറ്റ് തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക. ഇതൊക്കെയാണ് SSA ലക്ഷ്യം വെച്ച കാര്യങ്ങൾ. ഇനി അടുത്തതാണ് രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ, അതായത് RUSA, രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ. ഇതിന്റെ ലക്ഷ്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക. അപ്പം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊണ്ട പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാനാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തതാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. ഇതെന്താണ്? യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക, അതേപോലെ തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. അപ്പം തൊഴിൽ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വന്ന സ്കീമാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. അപ്പം 4 സ്കീമും ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ പറ്റിയാണ്. ഓർത്തു വെക്കണേ, NSDC ഫുൾ ഫോം എന്താണ്? നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. എന്താണ്? തൊഴിൽ നൈപുണ്യം നേടിയ ജനങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായി നിർമ്മാണം, ടൂറിസം, ബാങ്കിംഗ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ NSDC വിദഗ്ധ പരിശീലനം നൽകി വരുന്നു. അപ്പോൾ എന്താണ്? തൊഴിൽ നൈപുണ്യം നേടിയ ജനങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ബാങ്കിങ്, ടൂറിസം, എഞ്ചിനീയറിംഗ് പോലെയുള്ള മേഖലകളിൽ ഇവർ എന്താണ്? പരിശീലനം നൽകുന്നുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുകയും 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കുകയും ചെയ്ത രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 വർഷം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം ഭരണഘടന RTI വഴി ഉറപ്പു നൽകുന്നുണ്ട്. അപ്പൊ എന്താണ്? എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു കാര്യമാണ്. ഇനി ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയുവാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ഒരു വിഭാഗം വിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇനി അടുത്തതാണ് മാനവ വിഭവശേഷി വികസനവും ആരോഗ്യ പരിപാലനവും. ആരോഗ്യ പരിപാലനവും നമ്മൾ പറഞ്ഞു അല്ലെ, ക്വാളിറ്റേറ്റീവ് സവിശേഷതകളിൽ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ആരോഗ്യം? ഈ ആരോഗ്യത്തിന് WHO കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. ഇത് നമുക്ക് ശരിക്കും WHO പറ്റി ബയോളജിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു തവണ പരീക്ഷയ്ക്ക് ബയോളജിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്, അതായത് ഈ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആരുടെ നിർവചനമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താണ് ആരോഗ്യം? നോക്കിക്കേ, ശാരീരികമായും മാനസികമായും സാമൂഹ്യമായും ആയ സ്ഥിതിയാണ് ആരോഗ്യം എന്ന് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നു. അപ്പൊ എന്താണ് ആരോഗ്യം? ശാരീരികമായും മാനസികമായും സാമൂഹ്യമായുമായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നത്. അപ്പോൾ ഇതാണ് WHO ഡെഫിനിഷൻ വരുന്നത്. ഇനി ശാരീരിക അവസ്ഥയോടൊപ്പം മാനസിക സാമൂഹ്യ അവസ്ഥയ്ക്ക് കൂടി പ്രാധാന്യം നൽകുന്നു. എല്ലാവരുടെയും ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്. നോട്ട് ചെയ്തോണേ, എല്ലാവരുടെയും ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്. എങ്കിൽ മാത്രമേ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിനായി ഓരോ വ്യക്തിക്കും പ്രവർത്തിക്കാനാവൂ. ഇനി എങ്ങനെയാണ് ആരോഗ്യമുള്ള വ്യക്തികൾ രാജ്യപുരോഗതിയിൽ പങ്കാളികളാവുന്നത്? നോക്കിക്കേ, തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടും കാര്യക്ഷമത വർദ്ധിക്കുന്നത് കൊണ്ടും ഉൽപാദനം കൂടും അല്ലെ, ആരോഗ്യമുള്ളവരാണെങ്കിൽ. പിന്നെയോ പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കാനാവും. അതേപോലെ ചികിത്സാ ചെലവുകൾ കുറയ്ക്കാനും അതുവഴി സർക്കാരിന്റെ സാമ്പത്തിക ചെലവ് കുറയ്ക്കാനും കഴിയും. പിന്നെയോ ഉൽപാദന വർധനവിലൂടെ സാമ്പത്തിക വികസനം സാധ്യമാകും. അപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ആരോഗ്യമുള്ളവർ രാജ്യപുരോഗതിയിൽ പങ്കാളികളാവുന്നു എന്നതാണ്. തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട്, കാര്യക്ഷമത വർദ്ധിക്കുന്നത് കൊണ്ടും ഉൽപാദനം കൂടും. പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കാനാവും. ചികിത്സാ ചെലവുകൾ കുറയ്ക്കാനും അതുവഴി സർക്കാരിന്റെ സാമ്പത്തിക ചെലവ് കുറയ്ക്കാനും കഴിയും. ഉൽപാദന വർധനവിലൂടെ സാമ്പത്തിക വികസനം സാധ്യമാകും. പിന്നെ അതേപോലെ അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് എയിംസിനെ പറ്റി നോക്കാനുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതായത് മികച്ച ഡോക്ടർമാരുടെ സേവനവും ആധുനിക ചികിത്സാ സൗകര്യവും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് എയിംസ് ആരംഭിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 9 എയിംസുകൾ പ്രവർത്തിച്ചു വരുന്നു. ആ ഒരു സംഖ്യ ഓർത്ത് വെച്ചേക്കണേ. എത്ര എയിംസ് ഉണ്ട് രാജ്യത്ത്? 9. എത്രയാണ്? 9 എണ്ണം ഉണ്ട്. ഇനി അതേപോലെ നമ്മുടെ ആശുപത്രികളെ പറ്റി പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജുകളുണ്ട്, ജില്ലാ ആശുപത്രികളുണ്ട്, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. പിന്നെന്താണ്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. അതേപോലെ ആരോഗ്യ ഉപകേന്ദ്രങ്ങളൊക്കെ ഉണ്ട്.
ഇനി അതേപോലെ ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, അതായത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM ആണ്. അതേപോലെ ദേശീയ നഗരാരോഗ്യ മിഷൻ, അതായത് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ. അപ്പൊ NRHM എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ആ ഫുൾ ഫോം ഒന്ന് കിട്ടിയാൽ മതി, അതിനുവേണ്ടി പറയുന്ന. അതേപോലെ NUHM എന്ന് പറഞ്ഞാൽ ദേശീയ നഗരാരോഗ്യ മിഷൻ, അതായത് നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് NRHM ഉം NUHM എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്നു. 50,000-ൽ അധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ദേശീയ നഗര ആരോഗ്യ മിഷൻ വഴി ലഭ്യമാക്കുന്നു. അപ്പൊ ഇനി ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ത്യയിലെ ആയുർദൈർഘ്യം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ആയുർദൈർഘ്യം 2011 സെൻസസ് അനുസരിച്ച് ഒന്ന് ഓർത്തു വെച്ചേക്കണം. സ്ത്രീകളുടെ ആയുർദൈർഘ്യം 67.7 ആണ്. പുരുഷന്മാരുടെ ആണെങ്കിൽ 64.6 ആണ്. മൊത്തത്തിൽ 66.1 ആണ്. സ്ത്രീകളുടെ എത്രയാണ്? 67.7, പുരുഷന്മാരുടെ 64.6, ടോട്ടൽ 66.1. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.